നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊലപാതക കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സൗദിയിൽ ജയിലിൽ കഴിഞ്ഞ പ്രവാസി മോചിതനായി. 2.21 കോടി രൂപ ദിയാധനം, അതായത് ബ്ലഡ് മണി നൽകിയതോടെയാണ് 10 വർഷമായി ജയിലിൽ കഴിഞ്ഞ പ്രവാസിക്ക് മോചനത്തിന് വഴിയൊരുങ്ങിയത്. നിയമ നടപടികൾ പൂർത്തിയാക്കി ഇന്നലെ വൈകിട്ട് 4 മണിക്ക് എയർ ഇന്ത്യ വിമാനത്തിൽ ഇദ്ദേഹം നാട്ടിലേക്ക് തിരിക്കുകയും ചെയ്തു. ഇന്ത്യക്കാരനായ ബൽവീന്ദർ സിംഗ് ആണ് മോചിതനായി പൊതുജീവിതത്തിലേക്ക് കടന്നത്. പഞ്ചാബ് മുക്തസർ സാബ് മല്ലാൻ സ്വദേശിയാണ് ബൽവീന്ദർ സിംഗ്. വർഷങ്ങളോളം റിയാദ് ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരും സാമൂഹിക പ്രവർത്തകരും നടത്തിയ പരിശ്രമത്തിലൂടെയാണ് മരണത്തെ മുഖാമുഖം കണ്ട ബൽവീന്ദർ ജീവിതം തിരിച്ചുപിടിച്ചത്. മോചനം സാധ്യമാക്കാൻ സൗദി അധികാരികൾ നൽകിയ നിരന്തരമായ പിന്തുണയ്ക്ക് ഇന്ത്യൻ എംബസി എക്സ് പ്ലാറ്റ്ഫോമിലൂടെ നന്ദി അറിയിച്ചു. വധശിക്ഷ നടപ്പാക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ദിയാധനം നൽകിയാൽ മാപ്പ് നൽകാമെന്ന് കൊല്ലപ്പെട്ട ഈദ് ഇബ്രാഹിമിന്റെ കുടുംബം സമ്മതിച്ചത്. മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് ഇരയുടെ കുടുംബം അറിയിച്ചതായി അപ്പീൽ കോടതിയെ അറിയിച്ചു. കോടതിയുടെ സുപ്രധാന വിധി ലഭിച്ചതോടെ നാട്ടിൽ നിന്ന് പലരിൽ നിന്നായി പണം സ്വരൂപിച്ച് കോടതിക്ക് കൈമാറുകയായിരുന്നു. 6 മാസത്തിനുള്ളിൽ ദിയാധനം നൽകിയാൽ വധശിക്ഷ ഒഴിവാക്കാമെന്ന് അപ്പീൽ കോടതി ഉത്തരവിട്ടതോടെ ഇന്ത്യയിൽ നിന്ന് പണം മുഴുവൻ സ്വരൂപിച്ച് കോടതിയിൽ അടയ്ക്കുകയായിരുന്നു. എന്നിട്ടും പലവിധ കാരണങ്ങളാൽ ജയിൽ മോചനം വൈകി. കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള കാലതാമസത്തിന് പുറമെ ബൽവീന്ദറിന്റെ വിരലടയാളം പതിയാത്തതും വിലങ്ങുതടിയായി. ഇത് പരിഹരിച്ചതോടെ സ്പോൺസർ ഹുറൂബാക്കിയതായി തെളിഞ്ഞു. തൊഴിലുടമയെ കണ്ട് ഹുറു പിൻവലിച്ചതോടെയാണ് ഫൈനൽ എക്സിറ്റ് വിസ ലഭിച്ചത്. മരണമുഖത്ത് നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു നടത്തിച്ച എംബസി ഉദ്യോഗസ്ഥൻ യൂസുഫ് കാക്കഞ്ചേരി, സാമൂഹിക പ്രവർത്തകൻ യാക്കൂബ് ഖാൻ എന്നിവർ ഇന്നലെ വിമാനത്താവളത്തിൽ ബൽവീന്ദറിനെ യാത്രയയക്കാൻ എത്തിയിരുന്നു. റിയാദിലെ അസീസിയിൽ താമസ സ്ഥലത്തുണ്ടായ അഴിപിടിക്കിടെയാണ് ഈദ് ഇബ്രാഹിം കൊല്ലപ്പെട്ടത്. 2013 മെയ് 25-നായിരുന്നു ഈ സംഭവം നടന്നത്. തൊഴിലാളികളെ ഭീഷണിപ്പെടുത്താൻ രാത്രി 9 മണിക്ക് ഈദ് ഇബ്രാഹിം കത്തിയുമായി ടോയ്ലറ്റിന് സമീപം എത്തിയതായിരുന്നു. ഭീഷണിപ്പെടുത്തിയപ്പോൾ ബൽവീന്ദർ സിംഗും ബന്ധുവായ ജിതേന്ദർ സിംഗും ചേർന്ന് പ്രതികരിച്ചു. തലയിലും ശരീരത്തിലും വടികൊണ്ടുള്ള അടിയേറ്റ് ഈദ് നിലത്ത് വീണു. സഹപ്രവർത്തകൻ ഈദിനെ റൂമിൽ കൊണ്ടുപോയി കിടത്തിയെങ്കിലും രക്തം വാർന്ന് മരണപ്പെടുകയായിരുന്നു. വിചാരണ കോടതി ബൽവീന്ദർ സിംഗിന് വധശിക്ഷയും ജിതേന്ദർ സിംഗിന് 3 വർഷം തടവും വിധിക്കുകയായിരുന്നു. ജിതേന്ദർ സിംഗ് ജയിൽ ശിക്ഷ കഴിഞ്ഞ് നാട്ടിലേക്ക് പോയിരുന്നു. മേൽക്കോടതിയും വധശിക്ഷ ശരിവെച്ചതോടെ കേസിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട ബൽവീന്ദറിന്റെ ബന്ധുക്കൾ ഇന്ത്യൻ എംബസിയെ സമീപിച്ചതോടെയാണ് കേസിൽ വഴിത്തിരിവുണ്ടായത്. രാജസ്ഥാൻ സ്വദേശിയായ സാമൂഹിക പ്രവർത്തകൻ മുഹമ്മദ് യാക്കൂബ് ഖാനെ ബന്ധുക്കൾക്ക് വേണ്ടി കേസിൽ ഇടപെടാൻ ഇന്ത്യൻ എംബസി ചുമതലപ്പെടുത്തുകയായിരുന്നു. ബന്ധുക്കൾ യാക്കൂബിന്റെ പേരിൽ പവർ ഓഫ് അറ്റോർണിയും നൽകി. ഇരയുടെ കുടുംബത്തിൽ നിന്നും ദയാഹർജി ലഭിക്കലാണ് വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കാനുള്ള മാർഗമെന്നതിനാൽ യാക്കൂബ് ഇതിനുള്ള ശ്രമം ആരംഭിക്കുകയായിരുന്നു. ഈജിപ്ഷ്യൻ എംബസിയിലെത്തി അറ്റാഷയുമായി സംസാരിക്കുകയും അവർ ഈദ് ഇബ്രാഹിമിന്റെ കുടുംബത്തെ ബന്ധപ്പെടുകയും ചെയ്തു. 25 ലക്ഷം റിയാലാണ് ദിയാധനമായി ആവശ്യപ്പെട്ടത്. തുടർ ചർച്ചകളിലൂടെ ഇത് 10 ലക്ഷം റിയാലാക്കി ചുരുക്കാൻ കുടുംബം സമ്മതിക്കുകയായിരുന്നു. ഇതോടെയാണ് അദ്ദേഹത്തിന്റെ മോചനം സാധ്യമായത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.